ഹായ്, ഗുഡ് ഈവനിങ്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിച്ച് ഇനി ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയിലാണേ. കുറേ ദിവസമായിട്ട് കരുതുന്നു ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ എന്ന്. കർക്കിടക മാസം ആയതുകൊണ്ട് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വേണം. അമ്മ കുറച്ച് ദിവസം നോൺ വെജ് ഒന്നും കഴിക്കില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാകും. അപ്പോൾ എന്ന് കരുതിയിട്ട് എന്നും അതേപോലെ സാമ്പാറും അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇനിയിപ്പോൾ ചമ്മന്തി മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ മോൻ ചെറുതായതുകൊണ്ട് അവനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അതായത് നോൺ വെജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ആൾക്ക് കണ്ട് ഇറങ്ങുള്ളൂ എന്നുള്ളൊരു ടൈപ്പാണ്. എന്നാലും ആൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ. പല കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ ആദ്യം പരിപ്പൊക്കെ അടിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പരിപ്പും സവാളയും കായം ഇതൊക്കെ കൂടെ നല്ല ആദ്യം അടിക്കും. പിന്നെ അതിന് ശേഷം അത് വേവിച്ചതിന് ശേഷമാണ് മറ്റുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് വെന്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് വറവിലൊക്കെ ഇട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ്. ചിക്കൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നന്നായിട്ട് അത് എത്ര നമ്മളിപ്പോൾ എരിവ് ഉണ്ടെന്നുണ്ടെങ്കിലും കുട്ടികൾ പൊതുവേ അങ്ങനെയാണല്ലോ, ചിക്കൻ നന്നായിട്ട് കഴിച്ചോളും, എരിവലിച്ച് കഴിക്കും. പിന്നെ ഇവൻ കുറച്ച് എരിവും പുളിയൊക്കെ ആവശ്യമുള്ള ആളാണ് കേട്ടോ. ആളിപ്പോൾ ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ഇപ്പോൾ കുറേശ്ശൊക്കെ ഒന്ന് തയ്ച്ച് പഠിക്കുന്നുണ്ടേ. അധികം ഒന്നും അറിയില്ല. അവനാൻ്റെ കീറിയതും പാറിയതൊക്കെ ഒന്ന് അടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ കയറൊക്കെ ഊരിയിട്ടിട്ടുണ്ട്, സൂചിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ വന്നിട്ട് ഇതാണ് പരിപാടി. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടിയിട്ട്, മാഷയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയേ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ടി വി കാണുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അത് മാഷയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ട് ചിക്കൻ വറുക്കുകയാണ്. അതിന് ശേഷം വേണം അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് സാമ്പാർ വറവിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കടുകും മുളകും ഉലുവയൊക്കെ ഇട്ട് നന്നായിട്ട് വറവിട്ടതിന് ശേഷം സാമ്പാർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സാമ്പാറായപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, ഇഡ്ഡലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇഡ്ഡലി ആവും. കാരണം എന്തായാലും സാമ്പാർ ബാക്കി ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഇത്രയും സാമ്പാർ കൂട്ടി തീർക്കുന്നില്ല. പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഒരു പതിവാണ്. കാരണം ഈ 2 പേർക്ക് വേണ്ടിയിട്ട് 2 ദിവസമൊക്കെ സാമ്പാർ വയ്ക്കുക എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ കറിയിട്ട് രാവിലെയും കഴിക്കാം. പിന്നെ ഇപ്പോൾ ഇതേപോലെ അമ്മയ്ക്ക് സോയാബീൻ വറുക്കുന്നുണ്ടേ. അപ്പോൾ അമ്മ ചിക്കൻ കൂട്ടില്ലല്ലോ, അപ്പോൾ സോയാബീൻ കൂടെ വറുത്തെടുക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ചോറുണ്ണുകയാണ്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു കടുമാങ്ങയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പിന്നെ നമ്മൾ കുറേ പോരായ്മകളുണ്ട്. പക്ഷേ എന്നാലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് മോൻ വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, പിന്നെ കാണാം. എല്ലാവർക്കും ബായ്.